സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേഴുന്നിയുമായ വൃക്ഷം പോലെയാകും. ഇരിമ്യാവ് 12:8 വാക്യം. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വിശ്വാസം കാത്തിരുന്ന അനേകരെപ്പറ്റി ബൈബിൾ പറയുന്നു. നോഹ മഴയ്ക്കായി കാത്തിരുന്നു. കാലേബ് വാഗ്ദത്ത നാട്ടിൽ ജീവിക്കാനായി 40 വർഷം കാത്തിരുന്നു. റെബേക്ക 20 വർഷം ഒരു തലമുറയായി കാത്തിരുന്നു. യാക്കോബ് 7 വർഷക്കാലം റാഹേലിന് വേണ്ടി കാത്തിരുന്നു. ശിമോൻ യേശുവിനെ കാണുവാനായി ദീർഘങ്ങൾ കാത്തിരുന്നു. അവരുടെ ക്ഷമയ്ക്ക് പ്രതിഫലമുണ്ടായി. ഇതിൽ വിപരീതമായ മനുഷ്യലേക്ക് നോക്കുന്നവരെല്ലാം മരുഭൂമിയിലെ ചുടിച്ചെടി പോലെ ആകും. ഇരിമ്യാവ് 17:6 വാക്യം. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇരിമ്യാവ് ആനന്ദിച്ചു. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വരുന്നതുമായ വൃക്ഷം പോലെയാകും. ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിലും കഷ്ടതയിലും നമ്മോടൊപ്പം നടക്കുന്ന ദൈവത്തിൽ തങ്ങളെ തന്നെ നട്ടവരായിരിക്കും. ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയത്തെ ഉണർത്തുന്ന ദൈവത്തെപ്പറ്റി നിങ്ങളുടെ അറിവ് എന്താണ്? ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണ് അവിടുത്തെ സ്ഥിതിയുള്ള മണ്ണിൽ നിങ്ങളുടെ വിശ്വാസം ആഴത്തിൽ നടുന്നത്? പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, എൻ്റെ ജീവിതം പ്രയോജനമില്ലാതെ കഠിനമായ കാറ്റിനറിയുമ്പോൾ അങ്ങയുടെ ശാശ്വത സ്നേഹത്താൽ എന്നെ കൂടുതൽ ആഴത്തിൽ നട്ട് അങ്ങനെയുള്ള എൻ്റെ വിശ്വാസം വളർത്തണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളായി ദൈവം നിരക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.